എക്സിൽ നമ്മൾ റൈറ്റ് വിങ് എക്കോസിസ്റ്റം എന്ന് പറയുന്ന ആളുണ്ടല്ലോ, റൈറ്റ് വിങ് ട്വിറ്റർ ഹാൻഡിലുകൾ, അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തർക്കിക്കുകയോ അല്ലെങ്കിൽ വലിയ റിസർച്ച് മെറ്റീരിയൽ എഴുതുന്ന പോലെ എന്തൊക്കെയോ എഴുതി വിടുകയോ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് ഒരു കോൺസ്പിരസി തിയറി ആണെങ്കിലും അത് കൂട്ടി വായിക്കുമ്പോൾ ചില ഡോട്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറയുന്നു പൂരിപ്പിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിലിപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലെ വ്യവസായ രംഗത്ത് അടക്കി വാഴുന്ന രണ്ടുപേരാണ് അദാനി അംബാനിയും. അദാനി കൽക്കരി, അതുപോലെ സോളാർ പവർ, അങ്ങനെയുള്ള മേഖലകളിലാണ് അദ്ദേഹം വിഹരിക്കുന്നത്, തുറമുഖങ്ങൾ, എയർപോർട്ടുകൾ. അംബാനി ആകട്ടെ പെട്രോകെമിക്കൽസാണ് അദ്ദേഹത്തിൻ്റെ ഒരു മേഖല. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ 2022 യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു. അംബാനിയുടേത് ഉൾപ്പെടെയുള്ള റിഫൈനറികൾ അത് ശുചീകരിച്ച് യൂറോപ്പിലേക്ക് തന്നെ കയറ്റി അയക്കുന്നു. ഇത് ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം. ഇത് യൂറോപ്യൻ യൂണിയൻ തന്നെ ഇന്ത്യക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. എന്ന് മാത്രമല്ല, ഒരു നയാര എന്ന് പറയുന്ന പെട്രോളിയം കമ്പനിയുടെ ഗുജറാത്തിലെ റിഫൈനറിക്കെതിരെ EU സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന EUവിൻ്റെ സാങ്ഷനെ മറികടന്നുകൊണ്ട് അവിടെ നിന്ന് എണ്ണ വാങ്ങി ഇവിടെ നിന്ന് റിഫൈൻ ചെയ്ത് യൂറോപ്പിലേക്ക് തന്നെ ഡീസലായിട്ടും ജെറ്റ് ഫ്യൂലായിട്ടും കയറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വലിയ തോതിൽ ലാഭം അംബാനിക്കും അതുപോലെ നയാര എന്ന് പറയുന്ന പെട്രോ കെമിക്കൽ കമ്പനിക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, വലിയ ലാഭം. അപ്പോൾ റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ട് ലാഭം കിട്ടുന്ന ഇന്ത്യക്കാർക്കല്ല. കാരണം ഇന്ത്യയിൽ റഷ്യയിൽ നിന്നുള്ള വില കുറഞ്ഞ ഓയിൽ വരുന്നുണ്ട്. ഏതാണ്ട് 40-45% ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇപ്പോൾ റഷ്യയിൽ നിന്നാണ്. എന്നിട്ടും ഇന്ത്യയിൽ പെട്രോളിന് നമുക്ക് വില കുറയുന്നില്ല, നമ്മുടെ ഡീസലിനും വില കുറയുന്നില്ല. അതിൻ്റെ ഒരു ഗുണവും ഇന്ത്യക്കാർക്ക് ലഭിക്കുന്നില്ല. പകരം എന്താണ് സംഭവിക്കുന്നത്? പകരം അംബാനിക്കും നായരയ്ക്കും ഇത് റിഫൈൻ ചെയ്ത് യൂറോപ്പിലേക്ക് അയച്ച് ബില്യൺ കണക്കിന് ഡോളർ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വസ്തുതയാണ്, അതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അതിനിടയിലാണ് ഈ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ ട്രംപ് താരിഫ് യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയ്ക്കെതിരെ താരിഫില്ല, ഇന്ത്യക്കെതിരെ മാത്രം എന്തുകൊണ്ട് താരിഫ് വരുന്നു എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പല രീതിയിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള പ്രധാനപ്പെട്ട വിലയിരുത്തലുകളിൽ പലതും ഈ താരിഫ് ഇടുന്നതിന് പിന്നിൽ ഒന്ന് അമേരിക്കയുടെ എണ്ണ വിപണിയുടെ താല്പര്യമാണ്, അമേരിക്കൻ പെട്രോളിയം കമ്പനികളുടെ താല്പര്യമാണ്. കാരണം റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇറക്കുമതി കുറച്ച് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഓയിൽ വാങ്ങണം. അങ്ങനെ കൂടിയ വിലയ്ക്ക് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, ഇപ്പോൾ നിലവിൽ അംബാനിയും നായരെയൊക്കെ നേടിക്കൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള ലാഭമില്ലാതാവും. മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോൾ നമ്മൾ കൂടുതൽ വില കൊടുക്കേണ്ടി വരും. കാരണം അമേരിക്കയിൽ നിന്നുള്ള വില കൂടിയ ഓയിൽ, മറ്റൊന്ന് അവിടെ നിന്നുള്ള ലോജിസ്റ്റിക്സ്, അവിടെ നിന്ന് ഈ സാധനം ഷിപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ അത്രയും ദൂരെ നിന്ന് നമുക്ക് എണ്ണ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ശുചീകരിക്കുമ്പോൾ നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ട് നമുക്ക് വില കൂടും. അപ്പോൾ രണ്ട് രീതിയിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ച്, ഇന്ത്യയിലെ സാധാരണക്കാർക്കും അത് തിരിച്ചടിയാണ്, ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്കും തിരിച്ചടിയാണ്. അപ്പോൾ ഇതിനിടയിൽ അദാനി ഈ പെട്രോ കെമിക്കൽ രംഗത്തേക്ക് ചുവട് വയ്ക്കാൻ തുടങ്ങുന്നു എന്ന ചില വാർത്തകൾ മുമ്പ് വന്നിരുന്നു, കഴിഞ്ഞ വർഷം വന്നിരുന്നു. അദാനിയും പെട്രോ കെമിക്കൽ രംഗത്തേക്ക് വരികയാണ്. അപ്പോൾ അദാനി പെട്രോ കെമിക്കൽ രംഗത്തേക്ക് വരുന്നു എന്ന് കേൾക്കുന്ന ഉടനെയാണ് നമ്മൾ മറ്റൊരു വാർത്ത കേൾക്കുന്നത്, അദാനിക്കെതിരെ അമേരിക്കയിൽ ഒരു കേസ് ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ അമേരിക്കയിലെ കേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അമേരിക്കയിൽ ഗൗതം അദാനി പോയി എന്തോ കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതല്ല. അമേരിക്കയിൽ പ്രൊജക്റ്റുകളുള്ള അദാനി അവിടെ അവരുടെ കമ്പനി നടത്തുമ്പോൾ അവരൊരു സത്യവാങ്മൂലം നൽകണം അമേരിക്കയ്ക്ക്. ആ സത്യവാങ്മൂലം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരു തരത്തിലുള്ള അഴിമതിയും പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഒരു ബ്യൂറോക്രാറ്റുകൾക്കും ഞങ്ങൾ പണം കൊടുക്കുന്നില്ല, ഞങ്ങളുടെ ഈ ബിസിനസ്സിൽ അഴിമതിയില്ല എന്നൊരു സത്യവാങ്മൂലം കൊടുക്കണം. പക്ഷേ അമേരിക്കയിലെ ഈ ഏജൻസികൾ, അന്വേഷണ ഏജൻസികൾ ഇന്ത്യയിലെ ബ്യൂറോക്രാറ്റുകൾക്ക് അദാനി കൈക്കൂലി കൊടുത്തു എന്ന് കണ്ടെത്തി അതിൻ്റെ തെളിവും ശേഖരിച്ചു. അങ്ങനെ തെളിവ് ശേഖരിച്ച് അദാനിക്കെതിരെ ഒരു കേസെടുത്ത് അതിൻ്റെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പക്ഷേ അറസ്റ്റ് വാറണ്ട് ഇതുവരെ സമൻസ് അയച്ചിരുന്നു, വാറണ്ട് ആയി എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. സമൻസ് അയച്ചിട്ട് സമൻസ് കൈമാറാൻ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇനിയും തയ്യാറായിട്ടില്ല. അതിനിടയ്ക്ക് വാറണ്ടും ആയി കഴിഞ്ഞിരിക്കുന്നു. അതിൽ അദാനി അറസ്റ്റ് ചെയ്യുമോ എക്സ്ട്രഡിറ്റ് ചെയ്യുമോ എന്ന് വെച്ചാൽ അത് നടക്കണമെന്ന കാര്യമാണ്. കാരണം ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള എക്സ്ട്രഡിഷൻ ട്രീറ്റിയിൽ രണ്ട് രാജ്യങ്ങളിലും ഒരുപോലെ സംഭവിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ മാത്രമേ അറസ്റ്റ് ചെയ്ത് കൈമാറേണ്ടതുള്ളൂ. അതുകൊണ്ട് അദാനി ഇന്ത്യയിൽ സേഫാണ്. അമേരിക്കയിൽ പോയാൽ എന്താവും നമുക്കറിയില്ല. അപ്പോൾ ഇതിങ്ങനെ സംഭവിക്കുന്നു. തൊട്ടുടനെ നമ്മൾ കാണുന്നത് എന്താണ്? റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിൽ അമേരിക്ക ഇന്ത്യയുടെ മേൽ താരിഫ് ചുമത്തുന്നു. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളെ, ഒന്ന് ഗൗതം അദാനിക്കെതിരായിട്ടുള്ള കേസ്, മറ്റൊന്ന് ഈ റഷ്യൻ ഓയിൽ ഇറക്കുമതിയിൽ അമേരിക്കയുടെ താരിഫ്, ഇതിന് രണ്ടിനെയും കൂട്ടി വരയ്ക്കുകയാണ് ചില ആളുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ORF എന്ന് പറയുന്ന ഒരു തിങ്ക് ടാങ്ക് ഉണ്ട്. ആ തിങ്ക് ടാങ്ക് ഇന്ത്യൻ തിങ്ക് ടാങ്കാണ്. ആ ഇന്ത്യൻ തിങ്ക് ടാങ്കിനെ ഫണ്ട് ചെയ്യുന്നത്
റിലയൻസ് ആണ്. റിലയൻസ് ഉണ്ടാക്കിയ തിങ്ക് ടാങ്കാണത്. മുമ്പ് അത് 95% അതിന് ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത് റിലയൻസ് ആയിരുന്നു. ഇപ്പോൾ അത് 65% മറ്റുള്ളവരും ഫണ്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ കമ്പനികൾ ഫണ്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷനൊക്കെ അവർക്ക് പണം കൊടുക്കുന്നുണ്ട്. 2019 എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയാവുന്നു. അതുവരെ ബ്രൂക്കിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഈ ORFൻ്റെ അമേരിക്കൻ ബ്രാഞ്ചിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാവുന്നു. അപ്പോൾ അമേരിക്കൻ ബ്രാഞ്ചിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു തിങ്ക് ടാങ്കാണ്. അതൊരു ലോബിങ് സ്ഥാപനം അല്ലെങ്കിൽ വേറെ അർത്ഥത്തിൽ സ്വാധീനമുള്ള സ്ഥാപനമല്ല. പക്ഷേ അതൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ പശ്ചാത്തലം കൂടിയുണ്ട്. അച്ഛൻ വിദേശകാര്യമന്ത്രിയായിരിക്കുന്നു, മകൻ ഈ വിദേശകാര്യ മന്ത്രാലയത്തെ സ്വാധീനിക്കുന്ന പോളിസി ഡിസിഷനൊക്കെ എടുക്കുന്ന അല്ലെങ്കിൽ പോളിസി മേക്കിംഗ് പ്രോസസ്സിൽ പങ്കാളിയാകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരിക്കുന്നു, അതും ഒരു വിദേശ രാജ്യത്ത്. അപ്പോൾ സ്വാഭാവികമായും ORFൻ്റെ അമേരിക്കൻ ബ്രാഞ്ചിൽ അമേരിക്കൻ താല്പര്യങ്ങൾ കടന്നു പോകും. കാരണം അവർ ഫണ്ട് സ്വീകരിക്കുന്ന അമേരിക്കൻ ട്രസ്റ്റുകളിൽ നിന്ന് കൂടിയാണ്. അപ്പോൾ അമേരിക്കയുടെ താല്പര്യമാണ് ആ പണമായി ഒഴുകി വരുന്ന ORFലേക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഇപ്പോൾ റൈസിന ടോക്സ് എന്ന പേരിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ORFും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ പോളിസി ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ജയശങ്കറും മകനും ഒരുമിച്ച് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവിടെയാണ് ഈ 2019 ശേഷം എസ് ജയശങ്കർക്കെതിരെ പ്രതിപക്ഷം ചില രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം ഇന്ത്യ കണ്ട ഏറ്റവും വേഴ്സ്റ്റായിട്ടുള്ള ഫോറിൻ മിനിസ്റ്ററാണ് ജയശങ്കർ എന്നാണ്. അതിലൊരു കാര്യം ചൈനയെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അമ്പയെ പരാജയമാണ്. പ്രത്യേകിച്ചും ഈ ഗാൽവാൻ ക്ലാഷസിന് ശേഷം, അതായത് ചൈന അതിക്രമിച്ച് കയറി 20 ഇന്ത്യൻ സൈനികരെ കൊലപ്പെടുത്തിയ സംഭവം, ആ സംഭവത്തിൽ പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ ജയശങ്കർ പറഞ്ഞത് എന്താണ്? ചൈന ഒരു വലിയ എക്കോണമിയാണ്, അവരുമായി നമുക്ക് നേർക്കുനേർ യുദ്ധത്തിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അതിനെതിരെ കോൺഗ്രസ് അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. കാരണം വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരെ അപമാനിക്കുകയാണ് ജയശങ്കർ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിരൂക്ഷമായി ആക്രമിച്ചിരുന്നു. അതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിൽ അറ്റാക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാനെ വിളിച്ച് പറഞ്ഞത് ആരാണ് എന്ന ചോദ്യം പാർലമെൻറ്റിൽ ഉന്നയിച്ചിരുന്നു. അങ്ങനെ ജയശങ്കർക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഒരു വശത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ രണ്ട് കോർപ്പറേറ്റുകൾ തമ്മിലുള്ള റൈവൽറി, അതായത് അദാനിയും അംബാനിയും തമ്മിലുള്ള റൈവൽറി ഇന്ത്യൻ വിദേശകാര്യ നയത്തെ സ്വാധീനിക്കുന്നു എന്ന സംശയം ഈ പറയുന്ന റൈറ്റ് വിങ് എക്കോസിസ്റ്റത്ത് മോദി അനുകൂലികളായ ആളുകൾക്ക് എന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് ഹൗഡി മോഡി നടത്തിയ, നമസ്തേ ട്രംപ് നടത്തിയ ഇന്ത്യയും US തമ്മിൽ ഇങ്ങനെയൊരു ശത്രുത ഉണ്ടാവേണ്ട കാരണം എന്താണ്? റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന ചൈനയോടില്ലാത്ത വിരോധം എന്തിനാണ് ട്രംപിനും അമേരിക്കയും ഇന്ത്യയോട്? ഇതാണ് അവർ സ്വാഭാവികമായി ഉണ്ടായിരിക്കുന്ന ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ലോജിക്കലായ ചോദ്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഈ റെപ്യൂട്ടേഷൻ തകർത്തത്, അതായത് ഇന്ത്യക്ക് വിദേശ രംഗത്തുള്ള എല്ലാ പിടിയും വിടിയിച്ചത്, അമേരിക്കയെ ഇന്ത്യയുടെ ശത്രുവാക്കിയത് യഥാർത്ഥത്തിൽ അംബാനിയും അദാനിയും തമ്മിലുള്ള പ്രശ്നമാണ്. അതിൽ അംബാനി ഫണ്ട് ചെയ്യുന്ന ORFനുള്ള പങ്ക്, ജയശങ്കറിൻ്റെ മകൻ ജോലി ചെയ്യുന്ന ORFനുള്ള പങ്ക് എന്താണ്? അംബാനി മൊത്തം കുഴപ്പമുണ്ടാക്കുകയാണ്. അംബാനിയുടെ പെട്രോ കെമിക്കൽ മോണോപോളിയെ തകർക്കാൻ അദാനി ശ്രമിക്കുന്നു. അദാനി എന്ന് പറഞ്ഞാൽ മോദിയുടെ റൈറ്റ് ഹാൻഡാണ്. അദാനി ശ്രമിക്കുമോ എന്ന ഭയത്താൽ അദാനിക്കെതിരെ അവിടെ കേസുണ്ടാവുന്നു. ഇവിടെ താരിഫ് അടിച്ച് ഇന്ത്യക്ക് മേൽ താരിഫ് വരുന്നു. ഇതെല്ലാം കൂടി ഇന്ത്യ ആകെ നാശകോശമാക്കി എന്നുള്ളതാണ് ഇവരുടെ ഒരു കോൺസ്പിരസി തിയറി. യഥാർത്ഥത്തിൽ ഇതൊരു കോൺസ്പിരസി തിയറി ആണെങ്കിലും ഇതിൽ ചെറിയ ചില വസ്തുതകളുണ്ട്. അതിനർത്ഥം US ഇന്ത്യക്ക് മേൽ താരിഫ് അടിച്ചേൽപ്പിച്ചത് അംബാനിക്കോ അദാനിക്കോ വേണ്ടിയാണെന്ന് കരുതുന്നത് മൗഢ്യമാണ്. അങ്ങനെയല്ല, അത് അമേരിക്കയുടെ താല്പര്യമാണ്. കാരണം അമേരിക്ക ഇപ്പോൾ ഒരു ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി അമേരിക്ക മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ ട്രംപിൻ്റെ ഒരു നയം നമുക്കറിയാം. അവർ ഈ സോളാർ എനർജി എന്നുള്ളതൊക്കെ അത് ഒബാമയുടെ കാലത്ത് ആ കൺസെപ്റ്റൊക്കെ ട്രംപ് അന്നേ കൈയൊഴിഞ്ഞു. ട്രംപ് പറയുന്നത് ഡ്രിൽ ബേബി ഡ്രിൽ എന്നുള്ളതാണ് ട്രംപിൻ്റെ പോളിസി. പരമാവധി കുഴിച്ചെടുക്കുകയാണ്. അപ്പോൾ അമേരിക്കയിലെ ഓയിൽ കമ്പനികളുടെ സമ്മർദ്ദം ട്രംപിന് മേലുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തെ കൊണ്ട് അമേരിക്കയുടെ ഓയിൽ മേടിപ്പിക്കുക എന്നുള്ളത് ഉള്ളൊരു സമ്മർദ്ദം, അമേരിക്കൻ ബിസിനസ് സമ്മർദ്ദം ട്രംപിന് മേലുണ്ട്. ട്രംപിനെ സംബന്ധിച്ച് ബിസിനസ്സാണ് മെയിൻ, അമേരിക്കയുടെ ബിസിനസ്സാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ. അതിപ്പോൾ ഇന്ത്യ ആയാലും മോദി ആയാലും ആരായാലും ചൈന ആയാലും ആരായാലും അവരുടെ ബിസിനസ് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ എളുപ്പത്തിലുള്ള ഒരു സോഫ്റ്റ് ടാർഗറ്റാണ് ഇന്ത്യ. ചൈനയുമായിട്ടുള്ള അവരുടെ വ്യാപാര യുദ്ധത്തിൽ അവർക്ക് പരിക്കുകളുണ്ട്, അമേരിക്കയെ സംബന്ധിച്ച് പരിക്കുകളുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് സോഫ്റ്റ് ടാർഗറ്റാണ്. ഇന്ത്യയുടെ അടുത്ത് കുറച്ച് മസിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഭയക്കും. ഇന്ത്യ ഡിപ്ലോമാറ്റിക്കലി ഒരു ബാക്ക് ഫുട്ടിലാണ് എന്ന് അവർക്ക് തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. ആ തോന്നലുണ്ടാക്കിയതിന് പിന്നിൽ നമ്മുടെ ഭരണകർത്താക്കളുടെ പങ്ക് ചെറുതല്ല. അപ്പോൾ അത് അവർ പരമാവധി മുതലെടുക്കുകയാണ്. അതിൻ്റെ ഇടയിലുണ്ടാകുന്ന ചില
കോൺസ്പിരസി തിയറികളാണ് ഈ അദാനി അംബാനി വൈരം എന്നുള്ളത്. പക്ഷെ അതിൽ വസ്തുതകളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നമ്മുടെ നാട്ടുകാരെ, നമ്മുടെ ഈ 140 കോടി ജനങ്ങളെ എണ്ണയുടെ പേരിൽ കൊള്ളയടിക്കുന്ന റഷ്യൻ ഓയിൽ ഇമ്പോർട്ടാണ്. ഇന്ത്യയിൽ എത്രയോ വില കുറഞ്ഞ് എണ്ണ വിൽക്കാമെന്നിരിക്കെ ഇന്ത്യയുടെ ആളുകളെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് അംബാനിയെയും നയാരെയും പോലുള്ള വലിയ പെട്രോ കെമിക്കൽ കമ്പനികൾക്ക് കോടിക്കണക്കിന് ഡോളർ ലാഭമുണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തുറന്നു കാട്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.